ഇവിടെ ഒരു സമയം വളരെയേറെയായി അറിയാം. നമുക്കറിയാമല്ലോ, എല്ലാവരുടെയും മുഖത്ത് നോക്കിയിട്ട് ഒന്നാമത് ചൂട്. ഞങ്ങൾക്കൊന്നും ചൂട് വലിയ കാര്യമൊന്നുമില്ല. നിങ്ങളെല്ലാവരും ഇങ്ങനെ വേർത്ത് കുത്തുവാനം കൊണ്ടാടുന്നു. അത് അധികം നീട്ടാതെ തന്നെ എന്റെ വാക്കുകൾ ഞാൻ അവസാനിപ്പിക്കാം. ഈ യോഗം നമുക്കറിയാം 25 വർഷം ഈ ദേവാലയം പിന്നിട്ടിരിക്കുന്നു. ഇതിനെ ഒരു സമ്മേളനം അല്ലെങ്കിൽ ജൂബിലി സമ്മേളനം എല്ലാ ദേവാലയങ്ങളിലും ഇങ്ങനെ നടത്താറുണ്ട്. 25 വർഷം, 50 വർഷം സ്ഥിരമായിട്ടുള്ള ജൂബിലി, സിൽവർ ജൂബിലി ഇങ്ങനെ നടത്തുന്നുണ്ട്. അപ്പൊ ഈ സമയത്ത് ഇതിന്റെ വികാരിയായിട്ട് ഇരിക്കുന്ന റെഡിയച്ചൻ യഥാർത്ഥത്തിൽ അദ്ദേഹം ഒരു ഭാഗ്യവാനാണ്. അദ്ദേഹത്തിന് ഇവിടെ വന്ന ഇതിന്റെ ഈ ജൂബിലി വർഷത്തില് ഈ യോഗത്തിന്റെ അധ്യക്ഷത വഹിക്കാൻ കിട്ടിയത് തന്നെ വലിയൊരു ഭാഗ്യമാണ്. ഒത്തിരി പീഡനങ്ങൾ അനുഭവിച്ചത് നമുക്കറിയാം. ഞാനൊക്കെ അച്ഛനെ വളരെ വളരെ സ്നേഹത്തോടെ കാണുമ്പോൾ തന്നെ ഞാൻ 2017 ഞങ്ങളിവിടെ വരുന്നു. ഞാൻ ഈ ദേവാലയത്തെ കുറിച്ച് ആദ്യമായിട്ട് അറിയുന്നത് റോഡിൽ നിന്നുകൊണ്ട് പ്രാർത്ഥിക്കുന്ന ഒരു വീഡിയോ നാട്ടിലൊക്കെ ഇങ്ങനെ ഭയങ്കര വൈറലായി. അപ്പൊ ദാസപുരത്തിലാണ് അവിടെ നിന്ന് പ്രാർത്ഥിക്കുന്നത്. അപ്പൊ ദൈവമേ ശുദ്ധമുള്ളവരാകുന്നു, പരിശുദ്ധരാകുന്നു എന്ന് പ്രാർത്ഥിച്ചപ്പോൾ ഞാൻ തിരുമേനി പറഞ്ഞോളൂ, പെരുവഴിയിൽ നിന്ന് ഈ കുർബാനയിലെ പ്രാർത്ഥന നടത്തിന്റെ ഗതികേട് ഈ ദേവാലയത്തിൽ ഉണ്ടായല്ലോ. ഞാൻ ആദ്യമായിട്ട് അമേരിക്കയിൽ വരുമ്പോൾ ആദ്യമുള്ള ദേവാലയം ഇതാണ്. കൂടുതൽ പ്രാവശ്യം വന്നിട്ടുള്ളതും ഇതാണ്. യഥാർത്ഥത്തിൽ ഒരു ആത്മബന്ധം ഈ ദേവാലയവുമായിട്ടുണ്ട്. ഈ പെരുവഴിയിൽ നിന്ന് പ്രാർത്ഥിച്ച ദേവാലയം അത് കേസുകളിൽ കൂടെയാണെങ്കിലും തിരിച്ചു കിട്ടിയെന്നുള്ളത് ഏറ്റവും നിങ്ങളുടെ അഭിമാനകരമായ നിങ്ങളുടെ നേട്ടമാണ്. ഇതിന്റെ പുറകിൽ പ്രവർത്തിച്ചവരെയൊക്കെ ദൈവം തീർച്ചയായിട്ടും അവർക്ക് അനുഗ്രഹങ്ങൾ കൊടുക്കും. നമുക്കറിയാമല്ലോ, നാട്ടിലാണെങ്കിലും വിദേശത്താണെങ്കിലും ധാരാളം ദേവാലയങ്ങളുണ്ട്. ആ ദേവാലയങ്ങളിലൊക്കെ പല ജാതിയിലുള്ള പല ക്രിസ്തീയ വിഭാഗത്തിലുള്ള ആളുകൾ ചേരുമ്പോഴാണ് ഒരു ദേവാലയം ഉണ്ടാകുന്നത്. നമ്മളെ സംബന്ധിച്ച്, ഈ സമുദായത്തെ സംബന്ധിച്ച് നമ്മുടെ ദേവാലയങ്ങളെല്ലാം ഈ ബ്രാഹ്മണന്മാർക്ക് മാത്രമായിട്ട് ക്ഷേത്രങ്ങളുണ്ട്. അവിടെ വേറെ ആരെയും കയറ്റുകയില്ല. ഇതുപോലെ യഹൂദ നസ്രാണികളായ നമ്മുടെ ദേവാലയങ്ങളിൽ വേറെ ആർക്കും മെമ്പർഷിപ്പ് കൊടുക്കുകയില്ല. ഇവിടുന്ന് ഒരാൾ പിരിഞ്ഞു പോയാലും ആ ആളിനെ പിന്നീട് എടുക്കുകയില്ല. നമ്മുടെ കൂട്ടത്തിൽ നിന്ന്, നമ്മുടെ ജാതിയിൽ നിന്ന്, വംശത്തിൽ നിന്ന് പിരിഞ്ഞു പോയവരെ എടുക്കുന്ന ഒരു സ്വഭാവം, അല്ലെങ്കിൽ അത് ഭ്രാക്കന്മാരുണ്ടാക്കിയ ഭരണഘടന അനുസരിച്ചും അതിന്റെ എൻഡോമി കാത്തു സൂക്ഷിക്കുന്നവരാണ് നമ്മള്. പ്രിയപ്പെട്ടവരെ, ഈ അച്ഛനെ, ഇതിന്റെ അധ്യക്ഷനായിട്ടിരിക്കുന്ന ബഹുമാനപ്പെട്ട റെന്നി അച്ഛനെ പത്രികീസ് ബാബ അവിടെ മുടക്കുകൽപ്പന കൊടുത്തപ്പോൾ ഞാൻ പല കേസുകളും നടത്തുന്നുണ്ട്. എന്നാൽ ഒരു കോടതിക്ക് അകത്ത് കയറി ആ കേസ് നടത്തുന്ന കോടതി എന്ന് പറയുമ്പോൾ ക്രിമിനൽ കേസും ആ കോടതിയുടെ ഇതിൽപ്പെട്ടതാണ്. വിലങ്ങ് വെച്ചുകൊണ്ട് തലേ ദിവസം മദ്യപിച്ച് വണ്ടി ഓടിച്ചവരെയും പോലീസ് പിടിച്ചുകൊണ്ട് വരുന്നവരെയും വിലങ്ങ് വെച്ചുകൊണ്ട് നിൽക്കുന്ന ഒരു കോടതിയിലാണ് കേസ് വന്നത്. അന്ന് അവിടെ വേറെ സിറ്റിംഗ് ഇല്ലായിരുന്നു. എറണാകുളത്ത് നിന്ന് സീനിയർ അഡ്വക്കറ്റിനെയും കൊണ്ടത് ഞാൻ അതിന്റെ അകത്ത് കയറുന്നു. ഇതുവരെയായിട്ടും അതിന് മുമ്പ് നിന്നിട്ടില്ല, അതിന് ശേഷവും നിന്നിട്ടില്ല. അമേരിക്കയിലെ 2 വൈദികരെ പത്രികീസ് ബാബ മുടക്കിയപ്പോൾ അതിന് സ്റ്റേ മേടിക്കുന്നതിന് വേണ്ടി ഒന്ന് മനസ്സിലാക്കണം, അമേരിക്കൻ സിറ്റിസനായ അച്ഛനാണ്. അതുപോലെ തന്നെ പത്രികീസ് ബാബ സിറിയൻ സിറ്റിസനാണ്. ബലങ്കരയിൽ എങ്ങനെയാണ് ഇതിന്റെ ജൂറിസ്ഡിക്ഷൻ കിട്ടുന്നത്? സുപ്രീം കോടതിയിലെ അഡ്വക്കേറ്റുമാരുമായിട്ട് ഞങ്ങൾ ഡിസ്കഷൻ നടത്തി. അതിന്റെ വെളിച്ചത്തിലുണ്ടായ കേസിന്റെ ഫലമായിട്ടാണ് ആ കേരളത്തിലെ കോടതിയിൽ നിന്ന് സ്റ്റേ വാങ്ങിയത്. ആ സ്റ്റേക്കകത്ത് കൃത്യമായിട്ട് എഴുതിയിട്ടുണ്ട്, ഈ കോടതിയുടെ പുറപ്പെടുവിച്ചിരിക്കുന്ന ഓർഡറിൽ പറയുന്നത് ഈ വൈദികരെ ഇതിന്റെ കൂടെ നമുക്കൊരു തമ്പീശനുമുണ്ട്, ഇവരുടെ ഡ്യൂട്ടി ചെയ്യുന്നതെന്ന്, വൈദികനായിട്ടുള്ള ഡ്യൂട്ടി ചെയ്യുന്നതിൽ നിന്ന് ആർക്ക് തടയുവാൻ കഴിയുകയില്ല. ഇവർക്കെതിരായിട്ട് യാതൊരു കൽപ്പനകളിലും ദേവാലയങ്ങളിൽ വായിക്കുവാൻ കഴിയുകയില്ല. യാതൊരു നടപടിയും ഇവർക്കെതിരായിട്ട് എടുക്കുവാൻ കഴിയില്ല എന്ന് ഓർഡറിൽ വ്യക്തമായിട്ട് എഴുതി. ഈ കേസ് തീരുന്നിടം വരെയും, ആ കേസ് എന്ന് തീരുന്നോ അന്ന് വരെയും കഴിയുകയില്ല എന്ന് പറഞ്ഞ് ആ ഗവൺമെന്റിന്റെ അല്ലെ കോടതിയുടെ ഓർഡർ മേടിക്കുവാനായിട്ട് ഞങ്ങൾക്ക് സാധിച്ചു. അത് എന്നെ സംബന്ധിച്ചാണെങ്കിൽ ഞാനൊരു വാക്ക് കൊടുത്തിരുന്നു, തീർച്ചയായിട്ടും ജ്ഞാനായ സമുദായത്തിന്റെ ഉൾഭരണ സ്വാതന്ത്ര്യത്തിൽ വേറെ ആർക്കും കയറി ഇടപെടുവാൻ കഴിയുകയില്ല, സമുദായ മെത്രാപ്പോലീത്ത ഒഴികെ. ഒരു വൈദികരുടെ പേരിൽ നടപടി എടുക്കണമെങ്കിൽ ജ്ഞാനായ സമുദായ മെത്രാപ്പോലീത്തയ്ക്ക് മാത്രമേ അത് കഴിയുകയുള്ളൂ.
അതിന് വിപരീതമായി എടുത്തപ്പോൾ ഇന്ത്യയിലെ കോടതി അതിന് സ്റ്റേ ചെയ്തെന്ന് ഈ അച്ഛനോട് അധ്യക്ഷനായിട്ടിരിക്കുമ്പോൾ അച്ഛനെ ഞാൻ അഭിമാനത്തോടെ കാണുന്നു. അതുപോലെ ജ്ഞാനായ സമുദായം ഒരു ഉടക്കീഴിലാണ് ലോകം മുഴുവൻ വ്യാപിച്ചു കിടക്കുന്ന ജ്ഞാനായ സമുദായത്തിന്റെ സമുദായ മെത്രാപ്പോലീത്ത ആർച്ച് ബിഷപ്പാണ് ഇന്ന് ഇവിടുത്തെ ഈ ജൂബിലി സമ്മേളനം ഉദ്ഘാടനം ചെയ്തത്. നമുക്കറിയാമല്ലോ, അമേരിക്കയെ പോലെ തന്നെ UK ഉണ്ട്, അതുപോലെ തന്നെ ഓസ്ട്രേലിയ ഉണ്ട്, ഗൾഫുണ്ട്, മലങ്കര മുഴുവനുണ്ട്. അവിടെ 2017 ഞാൻ വന്നതിന് ശേഷം, അല്ലെങ്കിൽ ഞങ്ങളുടെ കമ്മിറ്റി വന്നതിന് ശേഷം ഈ സമുദായ മെത്രാപ്പോലീത്തായെ ഏത് ദേവാലയത്തിൽ ചെന്നാലും ചെണ്ടമേളത്തോടും അതുപോലെ തന്നെ ഇന്ന് രാവിലെ ഇവിടെ ഉണ്ടായിരുന്നല്ലോ, അവർ സ്ത്രീകൾ ഉൾപ്പെടെ സ്വീകരിച്ചു കയറ്റുന്ന ഒരു അനുഭവമാണ് നമുക്കുണ്ടായിട്ടുള്ളത്. അതെന്താണ്? ജ്ഞാനായ സമുദായത്തിലെ ഒരു സമുദായ മെത്രാപ്പോലീത്തായി അതിന് 3 സഹായന്മാരും മാത്രമാണ് ഈ ജ്ഞാനായ സമുദായത്തിലുള്ളത്. അതിന് വ്യത്യസ്തമായിട്ട് ആരെങ്കിലും അതിനകത്ത് പ്രവർത്തിക്കുകയാണെങ്കിൽ അത് യാതൊരു രീതിയിലും മുൻപോട്ട് പോകില്ല. ജനങ്ങൾ അംഗീകരിച്ചു കഴിഞ്ഞു. അത് അംഗീകരിച്ചതിന്റെ ഏറ്റവും വലിയ തെളിവാണ് ഇന്ത്യ സമുദായ മെത്രാപ്പോലീത്തായുടെ പേരിൽ നടപടി ഉണ്ടായിട്ടും ജ്ഞാനായ സമുദായം ആഗമാന സുറിയാനി സഭയുടെ എന്ന് പറയുന്നത് പോലെ ആഗമാന ജ്ഞാനായ സമുദായത്തിന്റെ എല്ലാ ദേവാലയങ്ങളിലും ശക്തമായിട്ട് നമ്മുടെ സമുദായ മെത്രാപ്പോലീത്തായെ സ്വീകരിച്ചുകൊണ്ട് പോകുന്ന ഒരു കാഴ്ചയാണ് കാണുന്നത്. അദ്ദേഹം അതുപോലെ നമ്മളെ എല്ലാവരും സ്നേഹിക്കുന്നു. പിന്നെ എല്ലാവരും പറയും ഒരു പാപമായി പോയി എന്ന് പറയും. അത് ആത്മീയമായി ഇരിക്കുമ്പോൾ ആ ഒരു രീതിയിലേ ചെയ്യാൻ പറ്റുള്ളൂ. എന്നിരുന്നാൽ പോലും അദ്ദേഹം പട്ടം കൊടുക്കാതെ, അദ്ദേഹത്തിന്റെ അനുവാദമില്ലാതെ ഏതാണ്ട് 2 മാസങ്ങൾക്ക് മുമ്പ് ഒരു ഷമ്മാച്ചനെ മലങ്കരയിൽ സഹായ മെത്രാച്ചൻ, സമുദായം പറഞ്ഞില്ല, സമുദായ മെത്രാപ്പോലീത്തായി പറഞ്ഞില്ല, പട്ടം കൊടുത്തു. ഇന്ന് ആ ഷമ്മാച്ചനെ ജ്ഞാനായ സമുദായത്തിന്റെ ഒരു ദേവാലയങ്ങളിലും മദ്ബഹായിൽ കയറുന്നതിനുള്ള അനുവാദമില്ല, അദ്ദേഹം കയറുന്നില്ല. അതാണ് സമുദായ മെത്രാപ്പോലീത്തായുടെ കൽപ്പനയുടെ ശക്തി. അത് ജനങ്ങൾ അംഗീകരിക്കുന്നു. അദ്ദേഹം ഇവിടെ വന്ന് ഈ മഹാസമ്മേളനം, ചെറിയ സമ്മേളനമല്ല പറഞ്ഞാൽ പോലും ജൂബിലി സമ്മേളനം ഉദ്ഘാടനം ചെയ്തതിൽ നിങ്ങൾക്ക് എല്ലാവർക്കും നമ്മൾ ഉൾപ്പെടെ എല്ലാവരും അഭിമാനം പൂരിതരാകുകയാണ്. ഈ ദേവാലയത്തിലെ ജ്ഞാനായ സമുദായത്തിലെ പല ദേവാലയങ്ങളും ഉണ്ട്. എന്റെ ഒരു അഭിപ്രായത്തിൽ ഇതിനെയും വലിയ പള്ളികളായിട്ട് കണക്കാക്കണം. അത് നിങ്ങള് ഇവിടുന്ന് അതിനുള്ള നിങ്ങളുടെ പൊതുയോഗത്തിന്റെ അതിന്റെ നിവേദനങ്ങൾ തരുമ്പോൾ ഭാവി തീർച്ചയായിട്ടും ഫിലാഡൽഫിയ ദേവാലയം എന്ന് പറയുമ്പോൾ ജ്ഞാനായ സമുദായത്തിന് ഏറ്റവും ചേർന്ന് നിൽക്കുന്ന, ജ്ഞാനായ സമുദായത്തിന്റെ വിദേശത്തുള്ള ദേവാലയങ്ങളിൽ ഏറ്റവും ശക്തിയുള്ള, അല്ലെങ്കിൽ ഒന്നുപോലും ഒഴിയാതെ നിൽക്കുന്ന, എല്ലാവരും സ്നേഹിക്കുന്ന ഒരു ദേവാലയമാണ്. ഞാനും സമുദായ മെത്രാപ്പോലീത്തായോട് പറയാണ്, ഇതിനെ വലിയ ദേവാലയമായിട്ട് നമുക്ക് ഒരു കാലത്ത് ഉയർത്തിക്കൊണ്ടുവരണമെന്ന് അഭ്യർത്ഥിക്കുന്നു. പ്രിയപ്പെട്ടവരെ, അതുപോലെ തന്നെ നമുക്കറിയാം സമുദായത്തിന്റെ ട്രസ്റ്റി TC തോമസിനോടുണ്ട്, അദ്ദേഹത്തിന്റെ മകനോടുണ്ടെന്ന് പറഞ്ഞു. അദ്ദേഹം 1 മാസമായിട്ടുണ്ട്. 1 മാസമായിട്ട് ഇവിടെ വരുന്ന ദേവാലയത്തിൽ ഇതിനെ കഴിഞ്ഞ ആഴ്ചകളിലൊക്കെ ഇവിടെ വന്നിട്ടുണ്ട്. ഞങ്ങൾ ശക്തമായിട്ട് ഒന്നുചേർന്നാണ് ഇവിടെ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നത്. അതുപോലെ മാനേജിംഗ് കമ്മിറ്റി അംഗം ടിജു തൊട്ടുപുറത്ത് ഇവിടെ ഇരിപ്പുണ്ട്. അദ്ദേഹവും ഈ സമുദായത്തോടുള്ള സ്നേഹം കൊണ്ടാണ് UK-യിൽ നിന്നും ഇവിടെ ഓടിയെത്തിയത്. എനിക്കാണെങ്കിൽ നാളെ ഇവിടുന്ന് പോകേണ്ടതാണ്. ഇന്നിപ്പോ പ്രസംഗം നീട്ടിക്കൊണ്ട് പോയാൽ ഇനി ചെന്നിട്ട് അവിടെ നമ്മുടെ ന്യൂയോർക്കിൽ ചെന്നിട്ട് വേണം എനിക്ക് നാളെ വൈകിട്ട് പോകാനായിട്ട്. ഇവിടെ അഭിമാനം, ഞാൻ എന്റെ സണ്ണിലുമായോണ്ട് പറയാൻ പറ്റില്ലെങ്കിലും അത് ഓർക്കാതിരിക്കാൻ കഴിയില്ലല്ലോ. ഇന്ത്യയുടെ അഭിമാനമായി ഇന്ത്യയുടെ പ്രതിനിധി ഐക്യരാഷ്ട്ര സഭയിൽ ഉണ്ട് എന്ന് പറയുന്നത് എനിക്കല്ല, ഈ ജ്ഞാനായക്കാർക്കെല്ലാം അഭിമാനകരമാണ്. ഇവിടെ ഇരിക്കുന്ന പലരും അതിന്റെ സാക്ഷികളുണ്ട്. പല കാര്യങ്ങളും എംബസി വഴി ചെയ്യേണ്ടതൊക്കെ അദ്ദേഹം ചെയ്തിട്ടുണ്ട്, ചെയ്തുകൊണ്ടിരിക്കുന്നു. അദ്ദേഹം ചെയ്ത് ഇവിടുന്ന് പോയ ആൾക്കാരെ എന്റെ വീട്ടിൽ പ്രസിഡന്റുമായിട്ട് വരിക 1 മാസം മുമ്പ്, 2 മാസം മുമ്പ്. ഞാൻ പറഞ്ഞത് എനിക്കെതിരായി പ്രസിഡന്റ്. അദ്ദേഹം പറഞ്ഞു അദ്ദേഹത്തിന്റെ മദർ മരിച്ചപ്പോൾ പോകാൻ നിവൃത്തിയില്ലാതെ കുരുങ്ങിപ്പോയി. ഇവിടെ മാത്രമല്ല, കാനഡയിൽ നിന്ന്, UK-യിൽ നിന്ന് എവിടെയൊക്കെയായ സമുദായത്തിന്റെ ജനങ്ങളുണ്ടോ അവിടെ പ്രതിസന്ധികൾ വരുമ്പോൾ എന്തോസിനെ വിളിക്കും. ആ എന്തോസിനെ വിളിക്കുമ്പോൾ അദ്ദേഹത്തിന്റെ കഴിവിന്റെ പരമാവധി ചെയ്ത് അദ്ദേഹം ജ്ഞാനായ സമുദായത്തിന്റെ രക്തം, അദ്ദേഹത്തിന്റെ പിതാവ് നമുക്കറിയാം അവിടെ കരിശ്ശേരി പള്ളിയുടെയും അതുപോലെ തന്നെ ജ്ഞാനായ അസോസിയേഷന്റെ മെമ്പറായിരുന്നു പുന്നൂസ് എന്ന് പറയുന്ന ആളുണ്ട്. അദ്ദേഹത്തിന്റെ ആ ഒരു തീഷ്ണത കൊണ്ടാണ് സമുദായവുമായിട്ട് ചേർന്നുകൊണ്ട് ലോകത്തിന്റെ എവിടെ പോയാലും
അവിടെ അദ്ദേഹം ഗ്രാനായ സമുദായത്തെ സ്നേഹിക്കുന്നു എന്നുള്ളത് അഭിമാനകരമായിട്ട് പറയുവാനായിട്ട് സാധിക്കും. പ്രിയപ്പെട്ടവരെ, ഏറ്റവും സീനിയറായിരിക്കുന്ന വൈദിക ശ്രേഷ്ഠനാണ് ഇരിക്കുന്ന ചാക്കോബ് ജോസഫ്. അദ്ദേഹത്തിന്റെ സഹോദരി അവിടെ ഉണ്ട്, അമ്മയാൻറ്റി എരുവേലൂരുണ്ട്. എന്നെ ഒരാഴ്ചയിൽ 2 പ്രാവശ്യമെങ്കിലും പിടിക്കും. അതുപോലെ സമുദായത്തോടുള്ള ഒരു തീഷ്ണത. ഇവരുടെ കുടുംബം ഇപ്പോൾ അവരെഴുതി സാധുക്കൾക്ക് വേണ്ടി കൊടുത്തിരിക്കുകയാണ്. സാധുക്കൾക്ക് എനിക്ക് 8 or 9 ആളുകൾക്ക് വേണ്ടി, പാവങ്ങൾക്ക് വേണ്ടി അത് ഡിവൈഡ് ചെയ്ത് അവിടെ ഭവനം നിർമ്മിച്ച് കൊടുക്കുന്നതിന്റെ ഉദ്ഘാടനത്തിന് അടുത്ത വർഷം വരുമെന്ന് പറഞ്ഞു. അത് ഇത്രയും പ്രായമായിട്ടും മനോഹരമായി കുർബാന, ആരോഗ്യത്തിന് യാതൊരു വിഷയവും ഇവിടെ മുമ്പ് ഇവിടുത്തെ ഡ്രസ് പറഞ്ഞതുപോലെ ആരോഗ്യത്തിന് യാതൊരു വിഷയവുമില്ലാതെ അച്ഛൻ നല്ല ദൈവത്തിന്റെ ആ ഒരു ശക്തി ഈ ബഹുമാനപ്പെട്ട അച്ഛനുണ്ട്. അച്ഛന് ഈ യോഗത്തിൽ ഇരിക്കുന്നത് കാണുമ്പോൾ തന്നെ വലിയ ഒരു സന്തോഷമാണ്. അമ്മായി ഇവിടെ ഇരിക്കുന്നല്ലോ. അച്ഛനെ ഈ ഞങ്ങൾ മലങ്കരയിൽ നിന്ന് വന്ന ഞങ്ങൾ അഭിനന്ദിക്കുന്നു. അതുപോലെ തന്നെ ഇവിടെ വന്നിരിക്കുന്ന നമുക്കറിയാം ഇതിന്റെ അധ്യക്ഷൻ, ഇവിടെ വെൽക്കം സ്പീച്ച് നടത്തിയ അസോസിയേഷൻ അംഗം കൂടിയായ ഈ ദേവാലയത്തിന്റെ ട്രസ്റ്റ് കൂടിയായ മിസ്റ്റർ ലിജു എബ്രഹാം കുഴിക്കണ്ടത്തിൽ, അദ്ദേഹം രാപകലനെ ഞങ്ങളെ ഇവിടെ വന്നപ്പോൾ തൊട്ടതല്ല, ഞങ്ങൾ അവിടെ മീറ്റിംഗിന്, അവിടെ NAKCയുടെ മീറ്റിംഗിന് വന്നപ്പോൾ തൊട്ട് സമുദായ മെത്രാപ്പോലീത്തായുടെ കൂടെ ശക്തമായിട്ട് അദ്ദേഹം ഉണ്ട്. എന്താണ് വേണ്ടിയത്, അതുപോലെ ഇവിടെ വന്നപ്പോൾ തന്നെ ഈ ദേവാലയത്തിലെ മുഴുവൻ കാര്യങ്ങളും നോക്കുന്നു, ഞങ്ങൾ താമസിക്കുന്നിടത്ത് നോക്കുന്നു. ഇതുപോലെ 24 മണിക്കൂറും ഈ സമുദായത്തിനും സമുദായ മെത്രാപ്പോലീത്തായിക്കും സമുദായത്തിന്റെ ഉന്നമനത്തിനും വേണ്ടി പ്രവർത്തിക്കുന്ന, ഇവിടെ സ്വാഗതം അർപ്പിച്ച ലിജു എബ്രഹാം കുഴിക്കണ്ടത്തിനോടുള്ള നന്ദി സമുദായത്തിന്റെ പേരിൽ അറിയിക്കുകയാണ്. അതുപോലെ നിങ്ങളുടെ സമുദായത്തിന്റെ സെക്രട്ടറി, ഈ പള്ളിയുടെ സെക്രട്ടറിയാണ് ഇദ്ദേഹം. ഇപ്പോൾ NAKCയുടെയും സെക്രട്ടറി ആയിരിക്കുന്നത് അഭിമാനകരമായ കാര്യമാണ്. ഇവരുടെയൊക്കെ പ്രവർത്തനങ്ങൾ നാട്ടിലെയുള്ള ഒരു ഇടവകയാണ്. തൃശ്ശിക്കാട് ദേവാലയത്തിന്റെ അംഗമാണ് ഇദ്ദേഹം. അവിടുത്തെ ഇപ്പോൾ മാറി ഇവിടെ വന്നപ്പോഴാണെങ്കിലും മാതൃ ദേവാലയം തൃശ്ശിക്കാടാണ്. കുഞ്ഞുമനുഷ്യൻ ഈ ദേവാലയത്തിലെ ശക്തനായ ആളായിരുന്നു നമുക്കറിയാം. അദ്ദേഹം നാട്ടിലുണ്ട്, ഞങ്ങളുമായിട്ട് സ്ഥിരമായിട്ട് കോണ്ടാക്ട് ചെയ്തുകൊണ്ട് ആരോഗ്യവാനായിട്ട് അദ്ദേഹം അവിടെ ജീവിക്കുകയാണ്. ഇവരുടെ പ്രവർത്തനങ്ങള് ഈ ദേവാലയത്തിലും സമുദായത്തിലും NAKCയുടെ പ്രവർത്തനങ്ങൾക്കും വലിയ രീതിയിൽ മുൻപോട്ട് പോകുന്നുള്ളതിന് യാതൊരു സംശയമില്ല. ഇവിടെ നിന്ന് നോക്കുമ്പോൾ നമുക്കറിയാം, ഇപ്പൊ NAKCയുടെ നിയുക്ത പ്രസിഡന്റ് രാജൻ കുര്യാറ്റശ്ശേരി പുറകിൽ ഇരിപ്പുണ്ട്. അദ്ദേഹത്തിന്റെയൊക്കെ നല്ല എല്ലാവരുടെയും സഹകരണം കൊടുക്കണം. അവരൊക്കെ വളരെ രീതിയിൽ ഈ സമുദായത്തെ സ്നേഹിക്കുന്നവരാണ്. അതുപോലെ വൈസ് പ്രസിഡന്റ് ഇവിടെ ഇരിപ്പുണ്ട്. നമ്മളെല്ലാവരും വൈസ് പ്രസിഡന്റ് അദ്ദേഹത്തിന് സിബി ചരിയൂറമ്പിൽ, അല്ലെങ്കിൽ തോമസ് ജോസഫ് എന്ന് ഞങ്ങൾ വിളിക്കുന്ന സിബി ചരിയൂറമ്പിലുണ്ട്. ഇവിടെ എല്ലാം പ്രവർത്തനങ്ങൾ ഇപ്പൊ ഇവിടെ തന്നെ അവർ ഇതിനു വേണ്ടി വന്നതാണ്. ഇവിടെ ഈ ജൂബിലി നടക്കുമ്പോൾ ഇത്രയും ദൂരത്ത് ഓടിയെത്തുന്നതിനുള്ള മനസ്സ് അവർ കാണിച്ചു. പ്രിയപ്പെട്ടവരെ, ഈ പെരുന്നാള് ഏറ്റു നടത്തുന്ന ആളിന്റെ വീട്ടിൽ ഞങ്ങൾ കഴിഞ്ഞ ദിവസം പോയി, ജോമോഹൻ തുണ്ടി. അവർക്കൊക്കെ ഈ സ്വന്തം ഞങ്ങൾ ഓർക്കുകയായിരുന്നു, നാട്ടിലേക്കാളും വലിയ തീഷ്ണതയാണ് വിദേശത്ത് വരുമ്പോൾ. എത്ര ലക്ഷം രൂപ നാട്ടുമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ അവർ മുടക്കിയാണ് ഈ മാതാവിന്റെ നാമത്തിലുള്ള പെരുന്നാളിനെ അവർക്ക് അനുഗ്രഹം പ്രാപിക്കുന്നതിന് വേണ്ടി. അതുപോലെ തന്നെ അടുത്ത വർഷം നടത്തുന്നതും അത് സജീഷ് കൊട്ടാരക്കുളത്തിൽ എന്റെ കസിനാണ്. ഇവിടെ അദ്ദേഹത്തിന്റെ മാതാവൊക്കെ ഇവിടെ ഇരിപ്പുണ്ട്. എന്റെ കസിനാണ്, ദാസകുഞ്ഞച്ചന്റെ മരുമകനാണ്. ഞാൻ ഓർക്കുകയായിരുന്നു, ഞങ്ങളുടെ എവിടെയൊക്കെ പെരുന്നാളേക്കാൻ ഇപ്പൊ ആളില്ലാത്ത ഒരു കാലഘട്ടത്തില് ഇവിടെ ഓരോ വർഷവും ഇന്നലെ വേണ്ടി ചെന്നപ്പോൾ ആദ്യത്തെ ശമ്പളം കൊണ്ട് പെരുന്നാൾ ഏൽക്കുവാനായിട്ട്. അതാണ് ജ്ഞാനായക്കാരന്റെ തീഷ്ണത. ഇവരെയൊക്കെ എങ്ങനെ അഭിനന്ദിക്കണം എന്ന് അറിയില്ലെങ്കിലും ഇവരുടെ ഈ പ്രവർത്തനങ്ങൾക്ക് വലിയതായ രീതിയിലുള്ള നന്ദി അറിയിക്കുകയാണ് സമുദായത്തിന്റെ പേരിൽ. പ്രിയപ്പെട്ടവരെ, ഞാൻ എന്റെ വാക്കുകൾ നിർത്തുകയാണ്. നമ്മൾ ജ്ഞാനായക്കാർ ആരാണ്? അതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. ജ്ഞാനായക്കാരെന്ന് പറഞ്ഞാൽ രക്തശുദ്ധി കൊണ്ട് ദൈവത്താൽ തിരഞ്ഞെടുക്കപ്പെട്ട ജനമാണ്. അതാണ് നമ്മൾ ഒന്നിച്ചിരിക്കുന്നത്. നമുക്ക് ധാരാളം ആളുകളെ കൂടി ദേവാലയങ്ങൾ ഉണ്ടാക്കുവാൻ കഴിയുകയില്ല. ഇപ്പോഴല്ല, പഴയ കാലത്ത് പോലും അതിന് കഴിയുകയില്ല. നമ്മള് ജ്ഞാനായ സമുദായം എന്ന് പറയുന്നത് യഹൂദ നസ്രാണികളുടെ കൂട്ടമാണ്. നമ്മുടെ കൂട്ടത്തിൽ വേറൊരാളെ ചേർക്കുവാനായിട്ട് കഴിയില്ല. യഹോവയായ ദൈവം മോശയോട് കൽപ്പിച്ചു. മോശയോട് യഹോവയായ ദൈവം കൽപ്പിച്ചത് അബ്രഹാമിന്റെ വംശാവലിയിലെ യാക്കോബിന്റെ മക്കളായ 12 ഗോത്രപിതാക്കന്മാരിൽ ലേവി ഗോത്രത്തിന്റെ പിന്തുടർച്ചക്കാരായ എലിയാസാറിന്റെ മകൻ ഫിനഹാസിന്റെ തീഷ്ണതയിൽ യഹോവയായ ദൈവം സന്തോഷിച്ചു. യഹോവ അരുളി ചെയ്തു, ആ ലേവി ഗോത്രത്തിലെ യേശുക്രിസ്തുവിന്റെ ശിഷ്യനായ ശിമയോൻ എന്ന് വിളിക്കുന്ന ശിമയോൻ ജ്ഞാനായയുടെ
തുടർച്ചക്കാരായ യഹൂദ നസ്രാണികളാണ്. നമ്മൾ ലേവി ഗോത്രത്തിൽപ്പെട്ടവരാണ്. അന്ന് തൊട്ടേ ലേവി ഗോത്രം എന്ന് പറയുന്ന പഴയ നിയമം നമ്മളിപ്പോൾ വായിക്കുന്ന സമയമില്ലാത്തതുകൊണ്ട് ഞാൻ അതിലൂടെ കിടക്കുന്നില്ല. AD 345 ശേഷമാണ് നമ്മുടെ ചരിത്രം മുഴുവൻ പറയുന്നത്. പക്ഷേ AD 345 ശേഷമല്ല, BC 2200 വർഷങ്ങൾക്ക് മുമ്പ് അബ്രഹാമിന്റെ കാലം തൊട്ട് ലോത്തിന്റെ കാലം തൊട്ട് ബൈബിൾ വിശ്വസിക്കുന്നുണ്ട്. ജ്ഞാനക്കാരൻ ആരാണെന്ന് കൃത്യമായി അതിനകത്ത് എഴുതിയിട്ടുണ്ട്. അബ്രഹാമിന്റെ കാലം തൊട്ട് അതിങ്ങോട്ട് ആ പരമ്പര ഇങ്ങോട്ട് വരുമ്പോൾ ഗോത്രക്കും ഭക്താക്കന്മാരുടെ കഴിയുമ്പോൾ അത് മോശയുടെ അബ്രഹാം മകനോട് ഒരു ഉപദേശം കൊടുത്തു. അബ്രഹാം മക്കൾക്ക് കൊടുത്ത ഉപദേശം, എന്റെ സ്വന്തം ജനത്തിൽ നിന്ന് മാത്രമേ നിങ്ങൾ വിവാഹിതരാകാവൂ. നിങ്ങൾ കനാന്യ സ്ത്രീകളിൽ നിന്ന് നിങ്ങൾ വിവാഹം കഴിക്കരുത്. ഒരു ഉപദേശമാണ് കൊടുത്തത്. എന്നാൽ പിന്നീട് വന്നപ്പോൾ കൊടുത്തത് എന്തുവാ? മോശയുടെ കാലത്ത് വന്നപ്പോൾ അത് നിയമമാക്കി. മോശ നിയമമായിട്ട് കൊടുത്തു, സ്വന്തം ജനത്തിൽ നിന്ന് മാത്രമേ വിവാഹം കഴിക്കാവൂ. ഇസ്രാ പ്രവാചകന്മാരുടെ കാലത്ത് വന്നപ്പോൾ അത് തെറ്റിക്കുന്നവർക്ക് മരണശിക്ഷയ്ക്ക് യോഗ്യമാണെന്നാണ് പറഞ്ഞത്. പ്രിയപ്പെട്ടവരെ, അതുപോലെ ഈ എൻഡോഗമി കാത്തു സൂക്ഷിക്കുക. അത് ഇന്നുവരെയും കാത്തു സൂക്ഷിക്കുന്നവരാണ് നമ്മൾ. ആ എൻഡോഗമിയെ പിടിച്ച് നമ്മൾ എന്തെങ്കിലും പറഞ്ഞാൽ, അപ്പൊ ഞാൻ പറയുന്നത് നിങ്ങൾ ക്ഷമിക്കണം, പാത്രികീസ്വാവ പോലും പറയുന്നത് ഒരുത്തൻ ക്രിസ്തുവിനായാൽ യഹൂദനാണെങ്കിലും, നമ്മളെ അവതരിച്ച് പറയുന്നത് യഹൂദനാണെങ്കിലും യവനാണെങ്കിലും ഒരുപോലെ എത്രയത്. പക്ഷേ നമ്മൾ ഓർക്കണം, നമ്മളെ സ്വന്തം ജനത്തിൽപ്പെട്ട കന്യമറിയാമോ എലിസബേത്തിനോടുള്ള ബന്ധം അറിയാമല്ലോ. എലിസബേത്ത് എന്ന് പറയുന്നത് നമ്മുടെ യഹൂദ നസ്രാണിയായ ലേവി ഫാമിലി, ലേവി കുടുംബത്തിൽ നിന്നാണ്. ആ ഗോത്രത്തിലാണ് യേശു ക്രിസ്തു ജനിച്ചത് എന്നുള്ളത് നമ്മളെല്ലാവരും ഓർക്കണം. തെരഞ്ഞെടുക്കപ്പെട്ട ജനം ഒരിക്കലും നശിച്ചു പോവുകയില്ല. നമ്മൾ ഒരുമിച്ച് നിൽക്കണം. നമ്മുടെ ഇടയിൽ ചില രീതിയിൽ ചില അഭിപ്രായ വ്യത്യാസങ്ങളൊക്കെ ഉണ്ടാകും. അതൊക്കെ നമുക്ക് പറഞ്ഞു തീർക്കാവുന്ന കാര്യമേ ഉള്ളൂ. പക്ഷേ ആ യഹൂദ ക്രിസ്ത്യാനികളായ നമ്മൾ ഒറ്റക്കെട്ടായിട്ട് നിൽക്കണം. യാതൊരു വിഭാഗീയതയും നമ്മുടെ ഇടയിൽ ഉണ്ടാകുവാൻ പാടില്ല. അതിനുവേണ്ടി പരിശ്രമിക്കുന്നവരാണ്. ഞാൻ എല്ലാവരോടും പറയും, എന്റെ ഭാഗത്ത് നിന്ന് എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഞാൻ ഉടൻ മാറിത്തരാം. എനിക്കതിനകത്ത് വിഷയമില്ല. എന്നാലും ഒറ്റക്കെട്ടായിട്ട് നമ്മൾ നിൽക്കണം. ഞാനിപ്പോ ഏകദേശം 10 വർഷമാകുവാൻ പോവുകയാണ്. സമുദായത്തിന്റെ സെക്രട്ടറി ആയിട്ട് 10 വർഷമാകുക. ഈ 10 വർഷത്തിനിടയിൽ എന്തെല്ലാം കാര്യങ്ങൾ നമുക്ക് ചെയ്യാൻ പറ്റി. പക്ഷെങ്കിൽ ജ്ഞാനായ സമുദായത്തിന്റെ എൻഡോഗമി പണയം വയ്ക്കുവാൻ തീർച്ചയായിട്ടും ജ്ഞാനായ കമ്മിറ്റി സമ്മതിക്കുകയില്ല. നമ്മുടെ പിതാക്കന്മാരെ പടുത്തുയർത്തി ഇവിടെ പറഞ്ഞു, 2001 ഇവിടെ ക്ലീമീസ് തിരുമേനി വന്ന് കൂതാശ ചെയ്ത ദേവാലയമാണിത്. 2001 കൂതാശ ചെയ്ത ദേവാലയം 25 വർഷം പിന്നിട്ടു. ശക്തമായിട്ട് ഈ ദേവാലയം മുന്നിൽ നിൽക്കുകയാണ്. അത് നിങ്ങളുടെ എല്ലാവരുടെയും നിങ്ങളുടെ പരിശ്രമത്തിന്റെ ഫലമായിട്ടാണ് കേസുകളിൽ നിന്ന് മോചനം ലഭിച്ചത്. അന്നുണ്ടായിരുന്ന തിരുമേനി പറഞ്ഞു, ഇവിടെ പലരുടെയും പേര് പറഞ്ഞു. നമ്മുടെ പുതിയാമണത്തിൽ പിന്നീട് പേര് പറഞ്ഞു ഇവിടെ സെക്രട്ടറി ആയിട്ടിരുന്നതാണ്. അദ്ദേഹം NAKC-യുടെ പ്രസിഡന്റായിട്ട് NAKC ആണെന്ന് തോന്നുന്നു. NAKC സെക്രട്ടറി ആയിട്ടിരുന്നത്. NAKC എന്ന് പറയുന്നത് അമേരിക്കയുടെ ഒരു ഭാഗമായിട്ട് മാത്രം മാറ്റിക്കൊണ്ട് ഇത് അമേരിക്കയുമായിട്ട് മാത്രമേ ഇതിൽ ബന്ധമുള്ളൂ, സ്വതന്ത്രമാണെന്ന് വന്നപ്പോൾ ജ്ഞാനായ സമുദായം ഇടപെട്ടു. ആ NAKC-യെ ഞങ്ങൾ അവിടെ ഞങ്ങളായിട്ട് തള്ളിക്കളഞ്ഞു. അതിനുശേഷം കൊണ്ടതാണ് NAKC. NAKC എന്ന് പറയുന്നത് നിങ്ങൾ ഓർക്കണം, ജ്ഞാനായ സമുദായത്തിൽ ചലിക്കണമെന്നുണ്ടെങ്കിൽ ഈ ദേവാലയത്തിൽ നിന്ന് 2 അസോസിയേറ്റ് മെമ്പർമാരുണ്ട്. അമേരിക്കയിലെ എല്ലാ ദേവാലയങ്ങളിൽ നിന്നും അസോസിയേറ്റ് മെമ്പർമാരുണ്ട്. അവിടെ ലോൺ എടുക്കണമെങ്കിൽ, അവിടുത്തെ ബഡ്ജറ്റ് പാസ്സാകണമെങ്കിൽ, അവിടുത്തെ കണക്ക് പാസ്സാകണമെങ്കിൽ ഇവരുടെ അനുവാദം വേണം. ഇവിടുന്ന് നിങ്ങൾ ജനപ്രതിനിധികളായി തെരഞ്ഞെടുക്കപ്പെടുന്നവരുടെ അനുവാദം വേണം. ആഗോള ജ്ഞാനായ സമുദായത്തിലെ ഒറ്റ അസോസിയേഷനേ ഉള്ളൂ. ആ അസോസിയേഷൻ എടുക്കുന്ന തീരുമാനം എല്ലാവർക്കും ബാധകമാണ്. എല്ലാവർക്കും അഭിപ്രായം പറയുവാനുള്ള സ്വാതന്ത്ര്യമുണ്ട്. എത്രയോ ലക്ഷങ്ങൾ മുടക്കി അസോസിയേഷനിൽ വരാതിരുന്ന സമയത്ത് ഞങ്ങൾ ഭരണത്തിൽ വന്നതിന് ശേഷം ലൈവായിട്ട് എല്ലാവർക്കും കയറി അഭിപ്രായം പറയുവാനുള്ള ഒരു സിംഗിൾ പൈസ മുടക്കാതെ അവിടെ ഇരുന്നുകൊണ്ട് അഭിപ്രായം പറയുവാനും അവിടെ കൊണ്ടുവരുന്ന പ്രമേയങ്ങളും ചോദ്യോത്തരങ്ങളും ചോദ്യങ്ങൾ ചോദിക്കുവാനുമുള്ള അവസരം ഉണ്ടാക്കിക്കൊടുത്തവരാണ് നമ്മൾ. 2017 ഇവിടെ മുമ്പേ പറഞ്ഞതുപോലെ ചോർന്നൊലിച്ച് ഞങ്ങളിവിടെ വന്നതാണ്. ഞങ്ങളിവിടെ ഇപ്പോൾ നിങ്ങളുടെ അതാണ് ഈ ദേവാലയത്തെ ഒരിക്കലും മറക്കുകയില്ല. സമുദായയുടെ മുറിയിൽ വെള്ളം താഴോട്ട് വീണ് ഡ്രൈവർ തൊട്ടിയിൽ തുണി കൊണ്ട് പിഴിഞ്ഞ് പൊക്കിക്കൊണ്ട് വരുന്നത് ഞാൻ എന്റെ കണ്ണുകൊണ്ട് കണ്ടതാണ്. ഞങ്ങളെ അവിടെ ആക്കിയിരുന്നെങ്കിലും ഞങ്ങൾക്ക് കോടതിയിൽ നിന്ന് സ്റ്റേ ആയിരുന്നു. ഈ ദേവാലയത്തിൽ വന്നാണ് ജ്ഞാനായ സമുദായത്തിൽ ആദ്യമായിട്ട് പറഞ്ഞത്, സമുദായ മെത്രാപ്പോലീത്തയുടെ ആസ്ഥാനത്തിലെ ചോർച്ച നിർത്തുവാൻ
നിങ്ങൾ എന്തെങ്കിലും തരണമെന്ന് പറഞ്ഞു. ഞങ്ങളുടെ കയ്യിൽ നിന്ന് കുറച്ച് പൈസ മുടക്കിയിട്ടാണ് ഇവിടെ വന്നത്. നിങ്ങൾ 10 ലക്ഷം രൂപ തന്നു. അതിലാണ് ഞങ്ങളുടെ 2017 മുതൽ ഈ സമുദായത്തിന്റെ ചവിട്ടുപടി അതിലായി. പ്രിയപ്പെട്ടവരെ, ഇന്ന് കോടിക്കണക്കിന് രൂപയുടെ അസറ്റ് ഉണ്ടായി. 22 ദേവാലയം, 22 ഭവനങ്ങള് സാധുക്കൾക്ക് വേണ്ടി പണിയുന്നു. 9 ഭവനങ്ങൾക്കുള്ള ഡൊണേഷൻ കിട്ടിക്കഴിഞ്ഞു. ഇനിയും ധാരാളം ആൾക്കാർ മുൻപോട്ട് വരുന്നു. സമുദായത്തിന് കോളേജ് ഉണ്ടായി. 10 ഏക്കർ സ്ഥലം മേടിച്ച് അവിടെ ഏകദേശം 15 കോടി രൂപയുടെ അസറ്റ് ഉണ്ടായി. അതുപോലെ തന്നെ ഞാൻ സമയമില്ലാത്തവരുടെ വാക്കുകൾ നിർത്തുക. ഞങ്ങൾ വരുന്നതിന് മുമ്പ് 1.5 കോടി രൂപയുടെ കടം, അതുപോലെ 3 കോടി രൂപയുടെ ജപ്തി. ചോർന്നൊലിക്കുന്ന ഒരു ആസ്ഥാനത്തിൽ വന്നിരുന്ന ആസ്ഥാനം നിങ്ങൾ അമേരിക്കയിൽ നിന്ന് വരുമ്പോൾ അവിടെ വരണം. ഇന്ന് അങ്ങനെയാണെന്ന് നോക്കണം. ധാരാളം സമുദായം അഭിവൃദ്ധിപ്പെട്ട് വരുന്നു. അതിന് നിങ്ങളുടെ എല്ലാവരുടെയും, നമ്മൾ യഹൂദ നസ്രാണികളാണ്, നമ്മൾ ഒരുമിച്ച് ഒറ്റക്കെട്ടായി നിന്നുകൊണ്ട് ഒറ്റക്കെട്ടായി നമുക്ക് മുൻപോട്ട് പോകാം. അതിനെ ദൈവം എല്ലാവരെയും സഹായിക്കട്ടെ എന്ന് പറയുന്നു. ഇതിവിടെ കലാകാരികൾ ഇവിടെ ചെണ്ട കൂട്ടിയപ്പോൾ രണ്ടുന്ന് വലുതാരം ഞങ്ങൾ നിൽക്കുന്നുണ്ട്. സത്യം പറഞ്ഞാൽ ഞാൻ ഞെട്ടിപ്പോയി. നാട്ടിൽ ഇതുപോലൊരു ചെണ്ടമേള കൊണ്ടുവരികയാണെങ്കിൽ ലക്ഷങ്ങൾ കൊടുക്കണം. പെരുന്നാളിന് കൊണ്ടുവരികയാണെങ്കിൽ ആ യുവതികൾ അവിടെ നിന്നുകൊണ്ട് തലയാട്ടിക്കൊണ്ട് ഉള്ള ആ വാദ്യമേളം യഥാർത്ഥത്തിൽ വളരെ മനോഹരമായി തപ്പുകളാലും ചതുരത്തപ്പെടുകളാലും യഹോവയെ സ്തുതിക്കുന്ന ദാവീദ് പറഞ്ഞതുപോലെ നമ്മുടെ സ്ത്രീ ജനങ്ങൾ വരെ നാട്ടിലേക്ക് വിലയുള്ളൂ. നാട്ടിലേക്ക് അവർക്ക് ഇരിക്കുന്ന മടിയായിരിക്കും, നാണമായിരിക്കും. ഇത് കണ്ടുകൊണ്ട് നാട്ടിൽ തുടങ്ങണമെന്നാണ് ഞാൻ പറയുവാൻ. അവിടെ ചെല്ലുമ്പോൾ ഞാൻ പറയും, ചെണ്ടമേള കൊണ്ടുവന്നു, മനോഹരമായ കുയറിവിടെ നടക്കുന്നു. എങ്ങനെ അഭിനന്ദിക്കണമെന്ന് അറിയത്തില്ല. ഇതിനുവേണ്ടി പ്രവർത്തിച്ച എല്ലാവരെയും ധാരാളം ആൾക്കാരുണ്ട്. സമയം കൂടുതലായിട്ട് ഞാൻ നിർത്തുന്നു. ഒരുമിച്ച് ഒറ്റക്കെട്ടായിരിക്കാനായ സഹായം ഒരു കുടക്കീഴിൽ പോകാം. ഞങ്ങൾ അതിനുവേണ്ടിയാണല്ലോ. നിങ്ങളോർക്കും അമേരിക്കയിൽ വരിക എന്ന് പറഞ്ഞാൽ നമുക്കറിയാം 10-18 മണിക്കൂർ ഞാനും തിരുവേനിയൊക്കെ ഇടയ്ക്ക് വന്ന് എയർപോർട്ടിൽ ഇരുന്ന് അവിടെ ഇരുന്നുകൊണ്ടിരിക്കുക. എത്ര സമയമായിരുന്നു ചെയ്യുന്നത്. ഞങ്ങളിപ്പോൾ അവിടെ ചെല്ലാത്തതുകൊണ്ട് അവിടെ ധാരാളം കേസുകൾ നടന്നുകൊണ്ടിരിക്കുക. ഒന്നും പേടിക്കണ്ട. ജ്ഞാനായ സമുദായത്തിൽ ഒരു ചുക്കും ആര് വിചാരിച്ചാലും ചെയ്യുവാൻ കഴിയില്ലെന്ന് ഞാൻ നിങ്ങൾക്ക് ഉറപ്പ് തന്നുകൊണ്ട് എന്റെ വാക്കുകൾ നിർത്തുന്നു. നന്ദി, നമസ്കാരം. നമ്മുടെ പള്ളിയുടെ ജൂബിലിയാണ്. അതുകൊണ്ട് ആ കുട്ടികളല്ല മോട്ടോളത്തിൽ നിൽക്കുന്ന പ്ലീസ് കം ഇൻസൈഡ്. ജേഡ് അവിടെ നിൽക്കുന്ന എല്ലാവരും അകത്തോട്ട് വന്നിരിക്കും.